guys, today we're at Cattle Farm. Today, the theme is Fantasy Farm that you can already see on the board. As you can see, we're going to be going to the sunflowers, dragons and dinosaurs. And some type of mystery choo-choo train. Okay, it's going to be a very long video, so peace out. അപ്പൊ ആമോസ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഉള്ളത് കാറ്റൂസ് ഫാം എന്ന് പറയുന്ന നമ്മുടെ ലെസ്റ്റർ സറൗണ്ടിങ്സ് തന്നെയാട്ടോ. നമ്മുടെ അവിടുന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവാണ്. ഇത് കോൾവില്ലെ സറൗണ്ടിങ് ഏരിയ ആണ്. നല്ലൊരു വില്ലേജ് ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആട്ടോ. ഇതൊരു വൈഡ് റേഞ്ചിൽ കിടക്കുന്ന ഒരു ഫാം ഏരിയ ആണ്. ഇപ്പൊ ഇവിടെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഇഷ്ടംപോലെ ആൾക്കാരുകൾ. ഇപ്പൊ ഹോളിഡേ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുറെ തീം പാർക്ക്, പിന്നെ ഓൾറെഡി പിന്നെ കുറെ ഫാമിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോ സീസണലായിട്ടാണ് ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതാണ് ഫാന്റസി ഫാം എന്ന് പറയുന്ന തീം. ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നില്ലേ, അതേപോലെ കുറെ ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കും ഫാമിലി കിഡ്സ് എല്ലാം ഒരേപോലെ ആകർഷണീയമാക്കിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഇതിന്റെ എൻട്രൻസ് അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വലിയ അടിപൊളി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഏരിയ. ഇതിനകത്ത് നമുക്ക് പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ 950 പൗണ്ടാണ് വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 12 പൗണ്ട് സംതിങ് എന്തൊക്കെ വരും. ബെറ്റർ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഹലോ, നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുച്ചു എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ആ റൈഡിലോട്ട് നമുക്ക് ടിക്കറ്റിൽ എൻട്രി ഉണ്ട്. നമുക്ക് അതിൽ ടിക്കറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതൊരു മെയ്സ് പോലെ നമ്മുടെ എന്താ പറയണേ ഒരു ചുറ്റാണ്. ഇതെന്താ പരിപാടി? ഇത് അവിടത്തെ റൈഡിലൊക്കെ അപ്പൊ ഓരോന്നിലും കയറാൻ സെപ്പറേറ്റ് ഇങ്ങനെ എൻട്രി ടിക്കറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഇതിവിടെ എന്താ സംഭവം, ലോസ്റ്റ് വേർഡ് സഫാരി. നമുക്കിത് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലോസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെയ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ കോണിന്റെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ, അല്ലേ? അപ്പൊ പിള്ളേർക്കൊരു എന്തായാലും നല്ലൊരു ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി നമ്മൾ ചുറ്റി ലാസ്റ്റ് ഒരു ഏരിയയിൽ എത്തണമായിരിക്കാം. ഹലോ, നമ്മൾ ഈ കോണിന്റെ ഈ ഫാമിംഗ് ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ഇവർ പല വഴികളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു മേസ് പോലെ നമ്മൾ പാമ്പും കോണി കളിച്ച് നമ്മൾ കൃത്യം വഴി കൂടെ പുറത്തേക്ക് ഇറങ്ങണം. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. എന്തായാലും കോണിന്റെ ചെറിയൊരു ക്ലൈമറ്റ്. നമ്മൾ വന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു 9 സാധനം റെഡി ആയിട്ടിരിക്കണം കേട്ടോ. Hey. We got a mission here. I read the sign over at the back, and it said that the Corn King had frozen all the animals, and our mission is to find it. Peace out. നമ്മൾ ഷോപ്പിൽ ബൈ ആക്കണ കോണാണ് കേട്ടോ അതേ ഉണ്ടായി വരുന്നത്. ഇതൊരു ഒരുപാട് ഏരിയയിലുണ്ട് സാധനം. സംഭവം അത് റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. നമ്മളിങ്ങനെ കറങ്ങി ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നുകൊണ്ടിരിക്കണേ. ഓ അതെ, നിറച്ച ആനകൾ ഇറങ്ങി കാണാം ബ്രോ. ബി കെയർഫുൾ ആ ബ്രോ. കുഞ്ഞു ആന കണ്ടോ? അമ്രോ ആനയുടെ അടുത്തേക്ക് പോയിക്കണാ. ആന കുഞ്ഞു പേടിച്ചാ? നിന്റെ ഫ്രണ്ട് അല്ലേ എലിഫന്റ്? എലിഫന്റ് ആണത്. നമ്മൾ ഈ മേസിൽ കയറി നമ്മൾ ആകെ ചുറ്റിപ്പോയത്. നമ്മൾ എവിടെ എത്തും സംഭവം? കുഞ്ഞാ, Did you find any animal? We found another animal. It's the tiger. Tiger? Yeah, tiger. Hey.
Ambro, attack here. Be careful. Wow. Ambo, be careful, Ambo. കുഞ്ഞു മൊത്തത്തില് പേടിയാണല്ലോ എല്ലാത്തിനും. Can you look? I'm on this tiger. Wanna go on one? Amru, it's roar. It's a unicorn. Unicorn. Hello, unicorn. Oh, Jinyo. Is it your friend? Amru. എന്റെ ദൈവം ഈ മാതിരി പേടി ഇത് കണ്ടിട്ടാണ് ഇങ്ങനെ പേടി കേട്ടോ. അനിമൽസിനെ കണ്ടിട്ട് നമ്മൾ ഈ ഫാമിലി വന്നിട്ട് ഇപ്പൊ റിയൽ ആയിട്ടുള്ള ഒരു അനിമൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ എന്തെങ്കിലും പറഞ്ഞ ലാമ എന്തോ പറയുന്നൊരു ഐറ്റം ആണത്. നമ്മുടെ ഒട്ടകത്തിന്റെ ഒരു വെർഷനാ തോന്നല കണ്ടിട്ട് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ആ മെയ്സിന്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് കടന്നു കേട്ടോ. നമ്മൾ ആ ഒരു ചുറ്റി പാമ്പും മണി കളിച്ച് ഇത്ര നേരം അതിന്റെ ഉള്ളിലായിരുന്നു. ഇനിയിപ്പോ എന്താ അടുത്ത അട്രാക്ഷൻ എന്ന് നോക്കാം. ഒരു വൈഡ് ഏരിയയിലുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പൊ ഈ ഫാം ലൊക്കേഷൻ. നമ്മളോട് നേരെ ചെല്ലുന്നതാണ് കേട്ടോ നമ്മുടെ സൺഫ്ലവർ ഗാർഡൻ. പ്ലീസ് ഡോണ്ട് പിക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. ഇതാണ് സൺഫ്ലവർ ഫാമിന്റെ എൻട്രി. നമ്മുടെ സൺഫ്ലവർ ലാൻഡ് ആണ് കേട്ടോ. നമ്മള് ഫാമിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത്. നല്ല ഫ്ലവറുകൾ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ കേൾക്കണ്ട സെറ്റ്. നമ്മൾ ലാസ്റ്റ് സീസണിൽ നമ്മൾ ഡെർബിയിൽ പോയിട്ടാണ് നമ്മളിത് കണ്ടത്. ഈ പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയ ഏരിയയിലുണ്ട് ഇതിന്റെ കൃഷി. അടിപൊളി. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ അകത്താണെങ്കിലും സ്ലിപ്പറി അല്ല. ഇപ്പൊ നമുക്ക് നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നടന്നു പോണതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ സ്ഥലം കാണാനായിട്ട്. നമുക്ക് ലെസ്റ്ററിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉള്ളൂ. പുറത്തുനിന്നാണെങ്കിലും ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിലുള്ളൊരു സറൗണ്ടിങ്സിലായതുകൊണ്ട് നമുക്ക് ഈസി ആക്സസ് ആണത്. ഒരു അടിപൊളി എക്സ്പ്ലോറിങ് ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ സാധനമാണ്. ഞാൻ ഇതിന്റെ യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ മറ്റു സെർച്ച് ചെയ്തപ്പോ ആരും ഇട്ടതായിട്ട് കണ്ടില്ല, ഒരു റിവ്യൂ ഒന്നും കണ്ടില്ല. ഇപ്പൊ എന്തായാലും റൈറ്റ് ടൈം ആണ്. മുമ്പ് ഈ പറയുന്ന നവംബർ ടൈമിലൊക്കെ മറ്റേ ഇവിടെ ഹലോവിൻ ടൈമിലൊക്കെ ആകുമ്പോൾ ഇവിടെ മറ്റേ മത്തൻ ഐറ്റം ഉണ്ടല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ, ആ സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഓരോ സീസണിലും ഓരോ ഐറ്റംസ് ആണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിലവിൽ കോണ് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നിലവിൽ ഇവിടെ ഉണ്ട്. സൺഫ്ലവർ ആണ് റെഡി ആയിട്ടുള്ളത്. ഫോട്ടോ സെഷൻ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫാം വന്നിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ഏരിയ ആണ്. സൂര്യകാന്തിലെ കുറേ ഇതുണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങള്, നമ്മുടെ ടൈഗർ, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണും. എന്താ അവരോടൊക്കെ പറയാനുള്ളത്? എങ്ങനെയുണ്ട് UK വന്നിട്ട് മൊത്തം? എങ്ങനെയുണ്ട്? വെരി ഗുഡ്, നൈസ് മീറ്റ്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ നടന്ന്
നമ്മുടെ ഈ സൈഡിൽ നിന്ന് നമ്മുടെ ഫാമിന്റെ ഇന്റീരിയർ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അപ്പൊ അടിപൊളി ഒരു സെഷനാണ് ഇവിടെ. നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഔട്ടാണ്. ഇവിടെ തീം പാർക്ക് ഇവിടെ സംഭവമുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫാം ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ ലൊക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കുറെ കിഡ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു റെസ്റ്റോറന്റ് ഏരിയ, നമുക്ക് ഇവിടെ ഡൈനിങ് സെക്ഷൻ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിത് അവിടെ കുറെ ട്രക്കുകളും ഫുഡ് സംഭവങ്ങളുണ്ട്. അവിടെ നമ്മൾ ഫുഡ് മേടിക്കുക, ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് അവസരമുണ്ട്. യാ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ഫുഡ് മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കണം. ഒപ്പം നമുക്ക് കുറച്ച് കിഡ്സിന് ഫൺ റൈഡുകൾ സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. സ്ലൈഡ് റോഡ് ഹൗ മച്ച്? £4. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് എൻട്രി ഫീ ഉണ്ട്. £4 നമ്മുടെ ഫീ വരുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പൊ ഉള്ളൊരു ഡിങ്കി ഡോണറ്റ്സ്, ഇവിടെ ഡോണറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവന്മാർക്ക് അത് വേണമെന്ന് പറയണേ. അത് ആശി ഓർഡർ ചെയ്താ? ഓക്കെ. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ഫോർ ഡോണറ്റ്സ്. ഒപ്പം അത് ഇവിടെ ബർഗർ ഷോപ്പ് ഉണ്ട്, ബർഗർ. പിന്നെ ഇവിടെ വേറെ ഫുഡ് ട്രക്ക് ഉണ്ട്, ഐസ്ക്രീം, അല്ലാതെ എല്ലാ പരിപാടികളും ഉണ്ട്. കിഡ്സിന് ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത്ര നേരം മുകളിൽ കയറിയിരുന്ന ഞെഞ്ഞി ഇത് കണ്ടപ്പോ താഴേക്ക് ഇറങ്ങി ഇതിലോട്ട് വരാനായിട്ട്. പിള്ളേർക്ക് എന്തായാലും ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു സോൺ ഉണ്ട് കേട്ടോ ഇവിടെ. കൃത്യമായിട്ടും പല പല ആക്ടിവിറ്റീസും, ഇതൊരു ഫൺ റൈഡ്, പിന്നെ ഫാന്റസി ആക്ടിവിറ്റീസും ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ വന്ന സമയത്തിൽ നല്ല കാലാവസ്ഥയായിരിക്കും. ഇപ്പം മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി, എന്നാലും കാര്യമായിട്ടില്ല. ഒരു സംഭവം ഒരു വെറൈറ്റി ഗെയിംസ് ആണ് കേട്ടോ. പ്രൈസ് എവറി ടൈം, കുക്ക് ഡക്ക് ആൻഡ് പ്രൈസ് എവറി ടൈം ഒരു സംഭവം. അങ്ങനെ അമ്മൂസ് ഭാഗ്യം പരീക്ഷിക്കാൻ പാടണ്ട. ഹുക്ക് ഡക്കാണ്. നമ്മളിത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ആ ഫ്ലോട്ടിൽ കൂടെ ഇങ്ങനെ ഡക്ക് ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണത്തിന് ആംബ്രോ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടും ആംബ്രോന്. വാട്ട്സ് യുവർ ഗിഫ്റ്റ് ആംബ്രോ? ചൂസ് വൺ. ഈ കാണുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പക്ഷെ £4 മേടിച്ചിട്ടാണ് ഈ ഇത്രയും സമ്മാനം തരണത്, വെറുതെ അല്ല. ഏതാ വേണ്ടേ? ഏതെങ്കിലും നോക്കി പറയേ. അതെ കൊച്ചി സ്ലൈമോ? അമ്പോ കൊച്ചിനാ യൂണിക്കോൺ മേടിച്ചു കൊടുക്കാം ബ്രോ, ഓപ്ഷൻ. അങ്ങനെ ആമോസിന്റെ ഭാഗ്യ പരീക്ഷണത്തിൽ കിട്ടിയ ഗിഫ്റ്റ് ആണ് അത്. നമുക്കത് കുഞ്ഞിന് കൊടുത്തിട്ട് വരാം. വാ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. താങ്ക് യു. അവന് ഗിഫ്റ്റ് കിട്ടിയതാ. അവൻ അത് അങ്ങനെ ഗിഫ്റ്റ് ഒരു ഗെയിമാണ് അത്. അപ്പൊ ഒരു തോട്ടിക്കൂടെ ഒഴുകണ, ഒരു തോട്ടിക്കൂടെ താറാവ് ഒഴുകും. അതിൽ നിന്ന് അവൻ ചൂണ്ടിയിട്ട് പിടിക്കണം. അപ്പൊ അവന് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് എടുക്കാം. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റ് ആണത്. വെറുതെ ഒരു കാര്യം തരുമോ? £4 ഉള്ളു അതിന്റെ ചാർജ്. നമ്മള് ചുച്ചു എക്സ്പ്രസ് ട്രെയിൻ സ്റ്റോപ്പാണ് അത് വരുന്നത്. നമുക്ക് ട്രെയിൻ കയറാനായിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്. വി ആർ വെയിറ്റിംഗ് നൗ. ഫാമില് നമ്മളിപ്പോ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഈ സൈഡിൽ നമുക്ക് കുറച്ച് ആടുകളുണ്ട് കേട്ടോ. അവിടുത്തെ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ ഏരിയ ആണ്. ഇത് ഫുൾ സറൗണ്ട് ചെയ്യാനാണ് തോന്നുന്നു. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ, ഇവിടെ ഒരു കഫേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി വറുത്തെന്ന് തോന്നുന്നു. അവിടെ ഒരു കത്തി പ്രൈസാണ്. നമ്മുടെ ഈ നിലവിൽ അതിൻ്റെ അകത്തുള്ള ട്രക്കുകളിൽ നിന്ന്, ഫുഡ് ട്രക്കിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഫുഡ് വേണമെങ്കിൽ മോശമാണെന്നാലും നമുക്ക് റേറ്റ് അന്യായ റേറ്റ്. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളത് ട്രെയിനിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പിള്ളേർക്ക് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് സംഭവം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇത്ര നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മുടെ ചുച്ചു ട്രെയിൻ.
അപ്പൊ ആൾക്കാർ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങി. ഒരു റൈഡ് കഴിഞ്ഞവർ ഇറങ്ങി. നമ്മളത് അടുത്തൊരു കയറാൻ പോകുന്നു. ഇത് മൊത്തത്തില് മഴ നനയിച്ച് ആകെ അവശതയായിട്ട് കിടക്കാണല്ലോ. അയ്യോ, ഇതാകെ വെറ്റായിട്ട് കിടക്കാനുള്ള സംഭവം. ചുച്ചു ട്രെയിൻ എത്ര മഴയത്തിൽ സെറ്റ് ആണെന്ന് അറിയില്ല കേട്ടാ. അപ്പൊ നമ്മള് ചുച്ചു ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാറുണ്ട്. ഈ ട്രെയിനിന്റെ പ്രത്യേകത ഇത് ഒട്ടിക്കൂടെ ഓടുന്ന ട്രെയിനാണ്. ഒട്ടിക്കൂടെ ഓടുന്ന ട്രെയിനില് നമ്മൾ വന്നപ്പോഴേക്കും വന്നപ്പോ നല്ല കാലാവസ്ഥയായിരുന്നു. ഇവിടെ മഴ കൃത്യത്തില് നമ്മൾ വന്ന സമയത്ത് മഴ വന്നേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാര് ഒരു തുള്ളി പുറത്ത് വെള്ളം പോകാത്ത രീതിയിൽ വെള്ളം നനയും. കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മഴ വന്നു. ഇപ്പൊ അങ്ങനെ നമ്മള് ട്രെയിൻ ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങിട്ടാ. ഒരു പിള്ളേരൊക്കെ ഒരു പറ്റിപ്പ് പരിപാടി, അല്ലാണ്ട് വേറൊന്നുമില്ല. കുടുകുടു വണ്ടിയിൽ നമ്മളിങ്ങനെ ഇരുന്ന് കറങ്ങി തിരിഞ്ഞ് വരാം. ഈ പിള്ളേർക്കൊക്കെ ഒരു എൻജോയ് ചെയ്യാവുന്നൊരു പരിപാടി. അടുത്ത ആൾക്കാർ റെഡി ആയിട്ടോ പോവാനായിട്ട്. ഇവരുടെ ഫാമിംഗ് ഏരിയയില് ബെറീസിന്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഈ സൈഡ് ഈ ഏരിയയില് ഇപ്പൊ ബെറി നിലവിൽ ഇവിടെ ഇല്ല, ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത് വലിയ ഏരിയയിൽ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ആണ് കേട്ടോ, ഒരു ഗെയിം ആക്ടിവിറ്റി ആയിട്ടുള്ള ബിഗ് ഗോൾഫ്. അതും ഈ നമ്മുടെ കോണിന്റെ ഈ പാർക്കിന്റെ ഉള്ളിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. ഗോൾഫ് കളിക്കാൻ വേണോ? ഇതെന്താ എല്ലാരും ഗോൾഫ് കളിക്കാൻ വേണോ? അമ്പോ ഇപ്പൊ ഇവിടെ നമുക്കിത് ഒരു ഗോൾഫിന്റെ സ്റ്റിക്കൊക്കെ ഇടിട്ടാ. അമ്പോ നമ്മള് ഗോൾഫ് കളിക്കാൻ പോണോ? ഇത് ഗോൾഫ് പ്രാക്ടീസ് ആണ് കേട്ടാ. കുഞ്ഞോ എവിടെ അമ്പന്തി? That's a Papa's turn. അജിലോറിന് അടിക്കേ കുഞ്ഞോ, കാണിച്ചേ. കുഞ്ഞോ അവിടെ നിന്ന് മാറി ഒരു ഷോട്ട് ചെയ്തേ. റെഡി 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 റെഡി. കുഞ്ഞിന്റെ ടേൺ. ഇത് ഔട്ട് സൈഡ് അടിച്ചു കളഞ്ഞല്ലോ അജില്. ഇതാട്ടാ നമ്മുടെ ബോള്. അമ്പർ ആ സൈഡ് പോയാ? അമ്പർ ഷോട്ട് എടുത്തേടാ. അമ്പർ നോട്ടെ. അമ്പർ ഇവിടെ പറഞ്ഞ എടുത്തേടാ, കാണിച്ചടാ. ഇവിടെ കുറെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് പ്ലേ ഏരിയ അവര് ഇതിന് വേണ്ടിയിട്ട് അവര് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിലാണ് നമ്മൾ കളിക്കേണ്ടത്. അമ്പു സ്റ്റാൻഡ് റെഡി ആയാ? അമ്പു ഇവിടുന്ന് അടിച്ച് ആ ഹോളിൽ കൂടെ കയറി പുറത്ത് വരണം. ഓക്കെ, റെഡി സ്റ്റാർട്ട്. രണ്ട് കൈ കൊണ്ട് പിടിച്ചേ. ഈ സ്റ്റിക്ക് അങ്ങനെ പിടിക്കേ, എന്നിട്ട് അടിക്കേ. രണ്ട് കൈ കൊണ്ടാണ് അടിക്കണേ. നീക്കേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അടി. ഓ ഗോൾഫ് കളിക്കാൻ പിടിക്കാനുണ്ടായിട്ടുള്ളൂ കൂടെ. സൂപ്പറായില്ല. ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഓഫിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. കിങ്ഡം. അപ്പൊ നമ്മൾ ഈ സൈഡിൽ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന്റെ ഉള്ളില് വേറൊരു അട്രാക്ഷൻ ആണ് ഡൈനോസറിന്റെ സാമ്രാജ്യം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പല ഐറ്റംസും ഇതിന്റെ സ്കൾപ്ചറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആമോസ് ഡൈനോസർ. Look at this. ഇവിടെ ലൈവ് ജീവനുള്ള ഡൈനോസർ. Look. Dino. Oh, it's roaring. It's join one. Ambro. ഇതിന്റെ പേരെന്താ? ഈ പാർക്കിൽ ഇങ്ങനെ കുറെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു കിഡ്സ് ഫാന്റസി ആയിട്ട്. ഇതെന്താ ആന ചിഹ്നം വിളിക്കണ പോലെയുള്ള സൗണ്ട്. നമുക്ക് പിള്ളേർക്ക് ഒരു ദിവസം ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി ഒരു എന്താ പറയുന്ന ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കുറെ സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വെക്കേഷൻ ആക്ടിവിറ്റി ആയിട്ട് എവിടെയെങ്കിലും അടുത്ത സ്ഥലം നോക്കുമ്പോൾ പോകാനായിട്ട് പറ്റിയൊരു ലൊക്കേഷനാണത്.
ഇപ്പം നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിൽ ഒരുപാട് പാർക്കുകളും സംഭവങ്ങളും ഫാമിംഗ് ലാൻഡും ഉണ്ട്. അതിലൊരു നമ്മുടെ ലെസ്റ്റർ നിയർ ബൈ ആയിട്ടുള്ളൊരു ഫാമാണ് ഈ കാണുന്നത്, കാറ്റൂസ് ഫാം എന്ന് പറയുന്നത്. ഓരോ സീസണിൽ ഓരോ ഐറ്റംസ് ആണ് ഇവിടെ ഒരു ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കണേ. ഹേയ്, എന്തിനാ ഇതിന്റെ പേര്? ട്രൈസെറാടോപ്സ്. എന്ത് വലിയ പേരുകളാ അല്ലേ? ഇതിന് ഇച്ചിരി ജീവനുണ്ട് കേട്ടോ. കണ്ടതിലാകെ ജീവനുള്ളത് ഇവനാണ്. ഹലോ ഹലോ. ഡൈനോ എഗ്, ഡൈനോ. ഹായ്, ഇതേ ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. അതെ, ഓ ഇപ്പോഴും ദേ ഡൈനോസറിന്റെ ഒക്കെ എഗ് ഉണ്ടെന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. കണ്ടാ, ഇപ്പൊ വിരിഞ്ഞ കുഞ്ഞാ അമ്മൂസ, ഇപ്പൊ വിരിഞ്ഞ കുഞ്ഞ് നോക്കടാ. ദേ ഇപ്പൊ ഉണ്ടായതോ, അതെ കണ്ടാ. ഹലോ, ഹൗ ആർ യു? ഇനി കുറെ ഉണ്ട് കേട്ടാ ഇവിടെ. കുറെ എഗ്സ് ഉണ്ട്. ഇത് ഹാച്ചിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്നതാണ്. നമ്മൾ അടുത്ത ദിവസങ്ങൾ വരാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഓ ഇപ്പൊ വന്നതിന് അടുത്തൊരു ജീവനുള്ളതാണ്ട് അവനെ. ഇവെന്തോ ഭക്ഷണം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇത് അവിടെ കിട്ടിയത് അതിന്റെ ആളവിടെ ഒന്ന് കരയുണ്ട്. ഓടിക്കോ, അതിങ്ങനെ എഗ് കൊടുത്തില്ലെങ്കിൽ വിഷയം ഉണ്ടാക്കും. വേഗം കൊടുക്കണ അമ്മ, ഓടറാ, കൊടുക്കണ, വേഗം തിരിച്ചു കൊടുക്ക്. അമ്മ ഓടി രക്ഷപ്പെടാനായിട്ട്. കണ്ടാ, ഇതാണ് നമ്മുടെ ഡൈനോയിലെ രാജാവ് ടീറക്സ്. അവരുടെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടാ. ഇതാണ് ഉള്ളതിലെ ഏറ്റവും വമ്പൻ വൺ. ഒരു വണ്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കളിക്കല്ലേ ഉള്ളതിലെ ഏറ്റവും സൂപ്പർ ഇതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിന്റെ കാഴ്ചകളോട് തീരാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു വന്നിട്ട്? നല്ലായിരുന്നു ട്രിപ്പ്. ഇപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട്, സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം നോക്കിയപ്പോഴാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. നല്ലൊരു ഏരിയ ആണ്. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരൻസും നമ്മളെല്ലാവരും ഒക്കെ ആയാലും എൻജോയ് ചെയ്തു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ വർത്താണ്. ഒരു പ്രാവശ്യം വന്ന് കാണാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സൺഫ്ലവർ ഒക്കെ റെഡി ആയിട്ടിങ്ങോണ്ട് നല്ല ഫോട്ടോസാണ്. ടിക്കറ്റ് ഫെയർ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് നല്ലത്. 9.5 ആണ് നമുക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫെയർ കൂടുതലായിരിക്കും. 12 pound സംതിങ് എന്തോ ആണ് ഇവിടെ നിന്ന് വന്ന് എടുത്തു കഴിഞ്ഞാൽ. എപ്പോഴും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. മനസ്സിലേക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം.